ശബരിമല സ്വർണ്ണക്കൊള്ള CPIM-നും സർക്കാരിനും തീർത്ത തലവേദന ചെറുതല്ല. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായെന്ന പൊതുവെയുള്ള ഒരു വികാരമുണ്ട്. പക്ഷേ അത് CPIM മാത്രം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ LDF-ലെ ഘടകകക്ഷികളെല്ലാം അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. CPIM ഇപ്പോഴും തോൽവിയെക്കുറിച്ചുള്ള കാരണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാരണങ്ങളെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരായ വികാരം അവിടെ ശക്തമായി പ്രതിഫലിച്ചു എന്നൊരു പൊതുവായ വിലയിരുത്തൽ CPIM-നകത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് CPIM-ന് മാത്രമല്ല, കേരള പോലീസിനും ചില തെറ്റുകൾ ഇക്കാര്യത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത് പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്ന കേരള പോലീസിന്റെ അവസ്ഥ. പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഒരു പാരഡി ഗാനം ഏറെ ശ്രദ്ധേയമായ ഒരു പാരഡി ഗാനമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു ഗാനമായിരുന്നു. അതിനെതിരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF-ന്റെ വലിയ വിജയം വരുന്നു. അതിന് പിന്നാലെ ഈ ഗാനത്തിന് വലിയ സ്വാധീനമുണ്ട് എന്ന രീതിയിൽ പ്രചരണം വരുന്നു. അങ്ങനെ മാധ്യമങ്ങൾ ഈ ഗാനത്തിന്റെ സൃഷ്ടാക്കൾ ആരൊക്കെയാണ് എന്ന് തിരിഞ്ഞു പോവുകയും അവസാനം അതിൻ്റെ അണിയർ പ്രവർത്തകരെ കണ്ടെത്തുകയും അവരുടെ ബൈറ്റുകൾ സഹിതം മാധ്യമങ്ങൾ അവരുടെ അഭിമുഖങ്ങളെല്ലാം തന്നെ നൽകുകയും ചെയ്തതിന് പിന്നാലെ ഇവർക്കെതിരെ ഈ ഗാനത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഒരാൾ രംഗത്ത് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് കേസെടുക്കുന്നു. പക്ഷേ ഒരു പാരഡി ഗാനത്തിനെതിരെ എടുത്ത കേസ് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന വികാരം സമൂഹ മാധ്യമങ്ങളിലടക്കം ശക്തമായതോടുകൂടി സർക്കാർ ഇടപെട്ട് ആ കേസ് പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ തുടർന്ന് നടപടികൾ അത് പിന്നീട് പോലീസ് മുന്നോട്ട് നീങ്ങിയില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും പുതിയൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അത് KPCC-യുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് N സുബ്രഹ്മണ്യൻ അതിൽ പങ്കുവച്ചത്. അതിന്റെ യഥാർത്ഥ വീഡിയോ സർക്കാർ അടക്കം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളും ഇതോടൊപ്പമുണ്ട്. പക്ഷേ അതിൽ ഈ N സുബ്രഹ്മണ്യൻ പങ്കുവച്ച പോസ്റ്റിലെ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ വന്ന് സ്വകാര്യം പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് എന്ന തരത്തിലുള്ള ചിത്രം അത് AI ചിത്രമാണ്, അത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു ചിത്രമാണ് എന്നൊരു കമന്റുകൾ ഈ പോസ്റ്റിനടിയിൽ തന്നെ വരുന്നു. പിന്നാലെ കോഴിക്കോട് ചേവായൂർ പോലീസ് ആരുടെയും പരാതിയില്ലാതെ സ്വമേധയ അതിൽ കേസെടുക്കുന്നു. പക്ഷേ ആ കേസെടുത്ത ചേവായൂർ പോലീസിന് സംഭവിച്ച ചില പിഴവ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആ സംഭവത്തിൽ അത് AI ചിത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു FIR പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചിത്രം പങ്കുവെച്ചതിനാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ ഒരു നീക്കം തന്നെയായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഈ N സുബ്രഹ്മണ്യൻ തെറ്റായ ഒരു ചിത്രം പങ്കുവച്ചു എന്ന തരത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളതെങ്കിൽ നിയമപരമായി സാധുത അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ രീതിയിലല്ല FIR ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് LDF പ്രവർത്തകർക്കിടയിലും UDF പ്രവർത്തകർക്കിടയിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു ആഹ്വാനത്തിലുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിയത് എന്ന് പറഞ്ഞ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള കലാപാഹനം പോലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അത് പോലീസിന്റെ അന്വേഷണത്തിലെ പിഴവായിട്ടാണ്, അല്ലെങ്കിൽ പോലീസിന്റെ നീക്കങ്ങളിലെ ഒരു പിഴവായിട്ടാണ് പൊതുവെ നിയമ വിദഗ്ധർ വിലയിരുത്തിയത്. അതോടുകൂടി വലിയ വാർത്തയാകുന്നു. N സുബ്രഹ്മണ്യന്റെ മൊഴിയെടുപ്പ് തന്നെ ചില നാടകീയ രംഗങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. സാധാരണ ഇത്തരം കേസുകളിൽ പോലീസ് മൊഴിയെടുക്കുക എന്നുള്ളത് ആർക്കെതിരെയാണോ ഈ കുറ്റം ആരോപിക്കപ്പെട്ടത് ഒന്നുകിൽ അയാളുടെ താമസ സ്ഥലത്ത് പോയി വളരെ രഹസ്യമായി, ഇല്ലെങ്കിൽ അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയൊക്കെയാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത് നടക്കുക, മൊഴിയെടുക്കുക എന്നുള്ളത് നടക്കുക. പക്ഷേ പോലീസ് N സുബ്രഹ്മണ്യന്റെ വീട്ടിലേക്ക് രാവിലെ പോകുന്നു. പിന്നാലെ ഈ വിവരം അറിഞ്ഞ മാധ്യമങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് N സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്യാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പിൽ കയറ്റി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത്. ആ രീതിയിൽ ഒരു നാടകീയമായ രംഗങ്ങൾ അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഫലത്തിൽ N സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കുമ്പോൾ എന്താണോ പോലീസ് ആലോചിച്ചത്, ഏത് രീതിയിലാണോ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ ഉണ്ടാവുക എന്ന് കരുതിയത്, അതിന് തിരിച്ചടിയാകുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് പിന്നീട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ കണ്ടത്. ഫലത്തിൽ ഈ ഇടത് സർക്കാരിന് അനുകൂലമാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ CPIM-നൊക്കെ അനുകൂലമാകേണ്ടിയിരുന്ന ഒരു കേസ് നേരെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു എന്നുള്ളതാണ്. N സുബ്രഹ്മണ്യനെതിരായ കേസിന്റെ FIR-ലെ ചില പിഴവുകൾ, പോലീസിന് സംഭവിച്ച പിഴവുകൾ, അത് സർക്കാരിന് തന്നെ ഒരു
പേരുദോഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നു എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ എൻ സുബ്രഹ്മണ്യന്റെ കേസ് ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ ആ കേസ് എടുത്തിരിക്കുന്ന രീതി, അത് AI ചിത്രം പങ്കുവച്ചു എന്ന തരത്തിൽ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതെല്ലാം തന്നെ പോലീസിനെതിരെ ആക്ഷേപമായി നിയമവിദഗ്ധരും പാർട്ടി അണികൾ പോലും, CPM-ന്റെ പാർട്ടി അണികൾ പോലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ വന്നു ചേർന്നിരിക്കുന്നത്. എൻ സുബ്രഹ്മണ്യനെ ഒടുവിൽ രണ്ടാമതും ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. 3/4 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു. ഒടുവിൽ എൻ സുബ്രഹ്മണ്യന്റെ മൊഴിയിൽ നിന്നും പോലീസിന് വ്യക്തമായ ഒരു കാര്യം, എൻ സുബ്രഹ്മണ്യൻ ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്നത് അദ്ദേഹം നേരിട്ടല്ല, പകരം അത് മാനേജ് ചെയ്യാൻ മറ്റൊരാളുണ്ട്, സഹായിയായ ബാബുരാജാണ് എന്ന് വ്യക്തമാകുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ബാബുരാജിന്റെ ഫോണിൽ AI ടൂൾ ഇല്ല എന്ന് കണ്ടെത്തുന്നു. AI ടൂൾ ഇല്ലാത്ത ഒരു ഫോണിൽ നിന്നും എങ്ങനെ AI ചിത്രം കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നു. മാത്രമല്ല, ഈ എൻ സുബ്രഹ്മണ്യൻ പിൻവലിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള AI ചിത്രം പലപ്പോഴും മറ്റ് ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. ഈ എൻ സുബ്രഹ്മണ്യനെ വിമർശിക്കാൻ പോലും അത്തരം ചിത്രങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതിനെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ശക്തമായി പോലീസിനെതിരെ ഉന്നയിക്കാൻ സുബ്രഹ്മണ്യനും കോൺഗ്രസിനും സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു രാഷ്ട്രീയ ഗതിവിഗതികൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പോലീസിന് സംഭവിച്ച ചില പിഴവുകൾ അതിൻ്റെ ഒരു പാപഭാരം പേറുണ്ടെന്ന ഒരു അവസ്ഥയിലേക്ക് CPM-ഉം സർക്കാരും മാറുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ 2 നീക്കങ്ങളിലൂടെ നമുക്ക് കാണാനായത്. പോലീസിനോട് പറയാനുള്ളത്, നിയമപരമായ നടപടിക്രമങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ കൃത്യമായ ഇടപെടൽ, പഴുതടച്ചുകൊണ്ടുള്ള ഇടപെടലാണ് വേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ പേരുദോഷം പോലീസിന് മാത്രമായിരിക്കില്ല, സർക്കാരിനും ഭരിക്കുന്ന കക്ഷിക്കുമായിരിക്കും. അത്തരം നീക്കങ്ങൾ ഇനിയെങ്കിലും നടത്തുമ്പോൾ പോലീസ് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ U-ടേൺ അടിക്കേണ്ടി വന്നേക്കാം.